ചെറുകോൽപ്പുഴ കഥകളിമേളയുടെ 4-ാം രാവിൽ അരങ്ങിലെത്തിയ കീചകവധം ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്ത് വിരാട രാജധാനിയിൽ നടന്ന സംഭവബഹുലമായ രംഗങ്ങൾ കോർത്തിണക്കി ഇരയിമ്മൻ തമ്പി രചിച്ച കീചകവധം പമ്പാ മണൽപ്പുറത്ത് കലാകാരന്മാർ അവിസ്മരണീയമാക്കി. വിരാടരാജ്ഞിയായ സുദേഷ്ണയുടെ അന്തഃപുരത്തിൽ സൈരന്ധ്രിയായി കഴിഞ്ഞിരുന്ന ദ്രൗപദിയിൽ വിരാട സേനാധിപനായ കീചകന് മോഹമുദിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. പ്രതിനായകന്മാരുടെ കത്തിവേഷത്തിൽ കഥയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന കീചകനായി കലാമണ്ഡലം സോമൻ നിറഞ്ഞാടിയപ്പോൾ കീചകൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെ എന്ന് പ്രേക്ഷകർ മുന്നേ കൂട്ടി നിശ്ചയിച്ചു. സൈരന്ധ്രിയെ വശത്താക്കാനുള്ള കീചകന്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയത്തിലായതോടെ ഒരു ലജ്ജയുമില്ലാതെ കീചകൻ സഹോദരിയായ വിരാടറാണി സുദേഷ്ണയെ ആശ്രയിക്കുന്നു. സൈരന്ധ്രിയായി രംഗത്തെത്തിയ ചമ്പക്കര വിജയകുമാർ കീചകനെ തൻ്റെ ഗന്ധർവന്മാരായ 5 ഭർത്താക്കന്മാരെ പറ്റി മുന്നറിയിപ്പ് നൽകിയും അനുനയത്തിലൂടെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ദ്രൗപദിയുടെ സങ്കടവും അതിലെല്ലാം ഉപരി ഏത് പ്രതിസന്ധിയിലും തന്നെ രക്ഷിക്കാൻ ഭീമസേനനുണ്ട് എന്ന ആത്മവിശ്വാസവുമെല്ലാം ഏറെ തന്മയത്വത്തോടെയാണ് ചമ്പക്കര ശ്രീകുമാർ വേദിയിൽ അവതരിപ്പിച്ചത്. സഹോദരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സൈരന്ധ്രിയെ കീചകനടുത്തേക്ക് പറഞ്ഞയക്കാൻ ഇരയിമ്മൻ തമ്പിയുടെ മധുരമായ പദങ്ങളുടെ അകമ്പടിയോടെ സുദേഷ്ണ നടത്തുന്ന മധുരഭാഷണങ്ങളും വഴങ്ങാൻ മടിച്ചപ്പോൾ മഹാറാണി എന്ന നിലയിൽ തനിച്ച് സഹോദരനടുത്തേക്ക് ചെല്ലാൻ ആജ്ഞാപിക്കുന്നതുമെല്ലാം കലാമണ്ഡലം വിഷ്ണുമോനും ഏറെ തന്മയത്വത്തോടെ വേദിയിൽ അവതരിപ്പിച്ചു. മഹാറാണിയുടെ ആജ്ഞ അനുസരിച്ച് തനിച്ച് കീചകനടുത്തേക്ക് പോകേണ്ടി വന്ന സൈരന്ധ്രിയെ വഴിപ്പെടുത്താൻ കീചകൻ ചതുരോപായങ്ങളും പ്രയോഗിച്ചപ്പോൾ സദസ് വീർപ്പടക്കിയാണ് കണ്ടിരുന്നത്. അവസാനം ക്ഷമ നശിച്ച കീചകൻ കാമദേവൻ്റെയും കാലൻ്റെയും പ്രേരണയ്ക്ക് വശനായി സൈരന്ധ്രിയെ കടന്നു പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. മർദ്ദനമേറ്റെങ്കിലും മാനഭംഗ ശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സൈരന്ധ്രി പാചകപ്പുരയിൽ വലലനായി കഴിയുന്ന ഭീമസേനരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിയെത്തുന്നു. ദുഃഖാർദ്രയായ ദ്രൗപദിയെ ആശ്വസിപ്പിച്ച വലലൻ വിഷമത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നു. കാര്യം മനസ്സിലാക്കിയ നിമിഷം ഭീമസേനൻ അത്യധികം കോപത്തോടെ കീചകന് വധശിക്ഷ തന്നെ നിശ്ചയിക്കുന്നു. തങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തരുതെന്ന ധർമ്മപുത്രരുടെ ആജ്ഞ ഓർമ്മിക്കുന്ന ഭീമൻ സൂത്രത്തിൽ കീചകനെ വധിക്കാൻ തീരുമാനിക്കുന്നു. ഇരുവരും ചേർന്ന് നിശ്ചയിച്ച പ്രകാരം അടുത്ത രാവിൽ ദ്രൗപദി കീചകനെ വിരാട രാജധാനിയിലെ നൃത്തശാലയിലേക്ക് രഹസ്യമായി വിളിച്ചു വരുത്തുന്നു. ഇവിടെ ദ്രൗപദി എന്ന ഭാവത്തിൽ പുതച്ചു മൂടിക്കിടന്ന ഭീമനടുത്തേക്ക് തീനാളത്തിലേക്ക് ചെറുപ്രാണികൾ എത്തും പോലെ കീചകൻ സമീപിക്കുന്നു. ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ഭീമൻ കീചകനെ ഞെരിച്ചു കൊലപ്പെടുത്തും. ഭീമൻ്റെ കരങ്ങളിൽ അമർന്ന് കീചകൻ്റെ പഞ്ചപ്രാണനുകളും അകലുന്നത് കലാമണ്ഡലം സോമൻ അവിസ്മരണീയമായി അവതരിപ്പിച്ചപ്പോൾ അവസാന ഭാഗത്ത് കീചകനെ ഞെരിച്ചു കൊന്നിട്ടും കലി തീരാതെ മരണതാണ്ഡവമാടിയ ഭീമൻ്റെ രൗദ്രഭാവം പൂണ്ട കലാമണ്ഡലം അഖിലിൻ്റെ മാസ്മരിക പ്രകടനത്തോടെയാണ് കഥകളി സമാപിക്കുന്നത്. അഭിനേതാക്കൾക്കൊപ്പം മറ്റ് കലാകാരന്മാരും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേക്ഷകരും കീചകവധം കഥകളിയെ സ്വീകരിച്ചത്. DDV ന്യൂസ്, പത്തനംതിട്ട. അഞ്ചു ഗന്ധർവന്മാർ പതികൾ